सा ग स ध म ग म ग स नि नि स ग म ग म ध नि स ग स ध म ग म ग स नि स नि स ग നമസ്കാരം, എല്ലാവർക്കും മൂൺസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അരങ്ങേറ്റത്തിന്റെ ഒരൈറ്റമായ ജതിസ്വരമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് സ്വരങ്ങൾ പാടി അടവുകൾ ചെയ്യുന്നതിനെയാണ് ജതിസ്വരം എന്ന് പറയുന്നത്. ഇതിൽ അഭിനയത്തിന്റെ ഒരു ഭാഗം ഉണ്ടാവുകയില്ല, വെറും അടവുകൾ മാത്രം ചെയ്യുന്നതാണ് ജതിസ്വരം. ആരവി, കല്യാണി, ഹിന്ദോളം അങ്ങനെ പല രാഗങ്ങളിലുള്ള ജതിസ്വരങ്ങളുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദോളം ജതിസ്വരമാണ്. ഹിന്ദോളം രാഗത്തിലുള്ള ജതിസ്വരമാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന്റെ ലിറിക്സ് വരുന്നത് സാ ഗ സ ധ മ ഗ മ ഗ സ നി സ നീ സ ഗ മ ഗ മ ധ നി, ഇങ്ങനെയാണ് ഇതിന്റെ ലിറിക്സ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സാ ഗ സ ധ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ അട്ടമി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സാ ഗ സ ധ മ ഗ മ ഗ സ നി സ നീ സ ഗ മ ഗ മ ധ നി, അങ്ങനെ നമ്മൾ 6 പ്രാവശ്യം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ 6 ടൈംസ് നമ്മൾ ഇത് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ കാലിങ്ങനെ തട്ടി തട്ടി നടക്കുന്ന സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 8 ടൈംസ് ഫ്രണ്ടിലേക്കും 8 ടൈംസ് ബാക്കിലേക്കും നമ്മൾ നടക്കണം. അപ്പൊ ഇങ്ങനെ വരും 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 ടൈംസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ നടക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ജതിയാണ് കളിക്കുന്നത്. ഹിന്ദോളം ജതിസ്വരത്തിന്റെ ഫസ്റ്റ് ജതി. അപ്പൊ ഫസ്റ്റ് നമ്മൾ തത്തേ താഹ എന്നുള്ള അടവാണ് ഫസ്റ്റ് കളിക്കുന്നത്. അപ്പൊ തത്തേ താഹ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ത ത ജം എന്നാണ്. അതായത് നമ്മൾ നോർമൽ തത്തേ താഹ കളിക്കുമ്പോൾ തത്തേ താഹ ദിത്തേ താഹ അങ്ങനെയാണ് വരിക. ഇവിടെ നമ്മൾ ഫസ്റ്റ് തത്തേ താഹയുടെ ഫസ്റ്റ് തത്തേ താഹ കഴിഞ്ഞിട്ട് ത ത ജം ഇങ്ങനെ കളിക്കണം. അതായത് ത തേ താഹ ത ത ജം. ഇനി അടുത്ത തത്തേ താഹ ലെഫ്റ്റ് തത്തേ താഹ കളിക്കണം. ധി തേ താഹ ത ത ജം ഇങ്ങനെ വരും. അപ്പൊ ഈ കയ്യിലെ നമ്മൾ
മുകളിൽ പിടിക്കുന്ന കയ്യിലെ ശിഖരമുദ്രയും താഴെ പിടിക്കുന്നത് നമ്മൾ പതാക ഓപ്പൺ ചെയ്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മൾ തത്തൈ താഹ, അടുത്ത തത്തൈ താഹ എന്നെ വിളിക്കണം. അപ്പം തത്തൈ താഹ തത്ത ജം ധി തൈ താഹ തത്ത ചം. ഇങ്ങനെ. അപ്പൊ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കാം. തത്തൈ താഹ തത്ത ജം ധി തൈ താഹ തത്ത ചം തത്തൈ താഹ തത്ത ജം ധി തൈ താഹ തത്ത ചം. തത്തജം പറയുമ്പോൾ ഒന്ന് ഈ സൈഡിലേക്ക് നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് കളിക്കുന്ന അളവ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് താഹത്ത ജം തരി താം. നമ്മൾ പഠിച്ചിട്ടുള്ള അളവാണ്. അപ്പൊ അത് വരും താഹത്ത ജം തരി താം ജം തരി ചക്ര തേ. ഇങ്ങനെ വരും. ഇനി അടുത്ത അടവ് നമ്മൾ ഇങ്ങനെയാണ് കളിക്കേണ്ടത്. അതായത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട്, അതായത് സ്ട്രെയിറ്റ് ആക്കി പിടിച്ച് നമ്മുടെ ബോഡി ഒന്ന് ബെൻഡ് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് ലെഗ് പൊന്തിക്കണം. അപ്പൊ തച്ചം 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 ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലെഗ് പൊന്തിക്കണം. അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് പോകുമ്പോൾ റൈറ്റ് ലെഗ്. അങ്ങനെ നമ്മൾ മാറി മാറിയിട്ട് അപ്പൊ തച്ചം 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 തച്ചം. അത് കഴിഞ്ഞാല് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ജതി. തത്തൈ താഹ തത്ത ജം ധി തൈ താഹ തത്ത ജം തത്തൈ താഹ തത്ത ജം ധി തൈ താഹ തത്ത ജം താഹത്ത ജം തരി താം ജം തരി ജം തരി തൈ തച്ചം 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 തൈ 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 തൈ. ഫസ്റ്റ് ജതി കഴിഞ്ഞാൽ ഒരു നടയുണ്ട്. അതായത് നമ്മൾ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഒന്ന് നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മളിപ്പോ ഇങ്ങനെ പിടിച്ചിട്ടാണ് ജതി ലാസ്റ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ രണ്ട് കൈയിലും പതാക പിടിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിയണം. ആ സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഒന്ന് ഇങ്ങനെ ചവിട്ടണം. 1. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് 1 ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ 2 എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ലെഗ് തന്നെ ഫ്രണ്ടിലേക്ക് വെക്കണം. അപ്പൊ ആ സമയത്ത് 1 നല്ലോണം പൊന്തിച്ച് വെക്കണം. ആ സമയത്ത് നമ്മളെ കൈ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. ആ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കണം. അപ്പൊ 1 2 3 4 എന്ന് പറയുമ്പോൾ, അതായത് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ വീശി ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും 1. അപ്പൊ നമ്മുടെ റൈറ്റ് ലെഗ് നമ്മൾ ചവിട്ടും 1. അത് കഴിഞ്ഞ് വീണ്ടും 2 റൈറ്റ് ലെഗ്, ദെൻ 3 ലെഫ്റ്റ് ലെഗ്, 4 ഇങ്ങനെ. അപ്പൊ ഒന്നുകൂടി കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 ഇങ്ങനെ. ഇനി നമ്മൾ രണ്ട് കൈയിലും കടകാമുഖ മുദ്ര പിടിച്ചിട്ട് ഫസ്റ്റ് റൈറ്റ് ലെഗ് ഒന്ന് ചവിട്ടണം. അപ്പൊ 1. അത് കഴിഞ്ഞാൽ നമ്മൾ കൈ ബാക്കിലേക്ക്, അതായത് കോർണറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ആ സമയത്ത് അളപത്മ മുദ്ര പിടിക്കണം. അപ്പൊ 1 2 ഇങ്ങനെ വരും. അതായത് നമ്മൾ 1 കഴിഞ്ഞിട്ട് കാലൊന്ന് പൊന്തിച്ചിട്ട് ഇങ്ങനെ വയ്ക്കണം. അത് കഴിഞ്ഞാൽ 3 4 5. അപ്പൊ അതേപോലെ നമ്മൾ 8 വരെ നമ്മൾ ബാക്കിലേക്ക് നടക്കണം. അപ്പൊ 1 2. ആ സമയത്ത് നമ്മൾ ബോഡി ഒന്ന് നമ്മൾ റൈറ്റ് ഈ കൈയുടെ അവിടേക്ക് ഒന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കണം. 2 3 4 5 6 7 8 ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ രണ്ട് കൈയും ഇവിടെ ഹിപ്പിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഈ റൈറ്റ് ലെഗ് തന്നെ ഫ്രണ്ടിലേക്ക് വെക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്നത് 1 2 3 4 എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് സമമണ്ഡലത്തിൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് 1 2 3 4 ഇങ്ങനെ കളിക്കണം. അതായത് 4 ടൈംസ് അട്ടമി ചെയ്യണം.
ഇത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പറയാം ഫസ്റ്റ് കോർവേ കളിക്കുക എന്നാണ് പറയുന്നത്. അതായത് എപ്പോഴും ജതിസ്വരത്തിന്റെ ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് സെറ്റ് ഓഫ് അടവ്സിനെ നമ്മൾ ജതി എന്നും അടുത്തത് വരുന്ന ഓരോ സെറ്റ് അടവുകളിനെയും നമ്മൾ കോർവേ എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജതി ആദ്യം കളിച്ചു, ഇനി നമ്മൾ ഫസ്റ്റ് കോർവേ കളിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോർവേ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 7 കോർവേ അടവ് പഠിച്ചിട്ടുണ്ട്, അതിലെ സെക്കൻഡ് കോർവേ അടവാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ത തൈ താം ധി തൈ താം ത തൈ താം ധി തൈ താം ത തൈ താം ധി തൈ താം ത തൈ താം ധി തൈ താം. അപ്പൊ ആദ്യം നമ്മൾ ഈ കോർവേ അടവ് ചെയ്യണം. അടുത്ത അടവായിട്ട് ചെയ്യേണ്ടത് നമ്മൾ 5th നാട്ടടവ് കളിച്ചത്, അതായത് തെയ്യും തത്ത തെയ്യും താഹ. അത് തെയ്യും തത്ത ഇത് കളിക്കില്ല, നമ്മൾ ഹാഫാണ് കളിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തെയ്യും തത്ത തെയ്യും താഹ. ഇനി നമ്മൾ കളിക്കുന്നത് ബാക്കിലേക്കുള്ള തെയ് തെയ് ധി തി തെയ് ഇങ്ങനെ കളിക്കണം. അതായത് നമ്മൾ തെയ് തെയ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് തെയ് തെയ് അല്ലാണ്ട് റൈറ്റ് ലെഗ് ബാക്കിലേക്ക് പിടിച്ചിട്ട് തെയ് തെയ്, അത് കഴിഞ്ഞ് നമ്മൾ ദിത്തി തെയ് ദി തെയ് തെയ് ഇങ്ങനെ കളിക്കണം. അപ്പൊ തെയ് തെയ് എന്ന് പറയുമ്പോൾ തെയ് തെയ് ദിത്തി തെയ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്യാരംഭത്തിലേക്ക് കൈ വിടന്ന് ഇങ്ങനെ വീശി കൊണ്ടുപോകണം. തെയ് തെയ് തി തി തെയ്. ഇനി ഇതന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കളിക്കണം. അപ്പൊ തെയ്യും തത്ത തെയ്യും താഹ തെയ് തെയ് തി തി തെയ് ഇങ്ങനെ വരും. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് താത്തൈ തൈത്തയുടെ കാലുകളാണ്. അതായത് 1 2 3 4 1 2 ഇങ്ങനെ കളിച്ചതിന് പകരം നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക്, അതായത് ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കോർണറിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരും. അപ്പൊ താ തെയ് തെയ് താ ഇങ്ങനെ വരും. അതായത് സെയിം കാലന്നെ നമ്മൾ ജസ്റ്റ് കോർണറിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട്, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ താ തെയ് തെയ് താ ധി തെയ് തെയ് താ ഇങ്ങനെ വരണം. ഇനി അടുത്തതായിട്ട് കളിക്കേണ്ടത് ധിത്തൈ ധിത്തൈ തെയ് തെയ് ധിത്തൈ ആണ്. അപ്പം ധിത്തൈ ധിത്തൈ തെയ് തെയ് ധിത്തൈ, അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് തെയ് തെയ് ധിത്തൈ, അത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് തെയ് തെയ് ധിത്തൈ. സാ ഗ സ ധ മ ഗ മ ഗ സ രി സ നീ സ ഗ മ ഗ മ ധ നി. അപ്പൊ 4 ടൈംസ് നമ്മൾ ബാക്കിലേക്ക് നടക്കും, അത് കഴിഞ്ഞ് 2 ടൈംസ് ഫ്രണ്ടിലേക്ക് നടക്കണം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ജതി ഫസ്റ്റ് കോർവേ പഠിച്ചു കഴിഞ്ഞു. ത തെയ് താം ധി തെയ് താം ത തെയ് താം